നല്ലപോലെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എൻ്റെ വീട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകണം. അങ്ങനെ കഴിയുമ്പോൾ എനിക്കിവിടെ ഉള്ളത് ഒരു ഷൂ സ്റ്റാൻഡാണ്. ചിലരുടെ കൺസോൾ വയ്ക്കും. ഞാനൊരു ഷൂ സ്റ്റാൻഡാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഡെക്കോർ പീസസ് ഉണ്ട്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 6 ഫോട്ടോസ് എൻ്റെ മോള്, അതായത് എൻ്റെ യങ്ങർ ഡോട്ടറുടെ പെയിൻറ്റിങ്സ് ആണത്. പിന്നെ ഇതോരോരോ ചിലത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. കാരണം ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡോട്ടേഴ്സ് തന്നെ പല സമയത്തായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതെൻ്റെ സണ്ണിലോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചില കാര്യം ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ പനമ്പിള്ളി നഗർ തന്നെ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ 2 എന്താത് പറയാന്നറിയില്ല, താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന 2 മുഖങ്ങൾ. പിന്നെ റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. നിങ്ങൾ നോട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് കയറി വരുമ്പോൾ തന്നെ റെഡാണ്. ആക്ച്വലി റെഡ് ചെറിയ കുട്ടി മുതൽക്ക് ചെറുപ്രായം മുതൽക്ക് റെഡ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കളറാണ്. പിന്നെ എൻ്റെ ലക്കി കളറും കൂടിയാണ് റെഡ്. അപ്പോൾ റെഡാണ് എൻട്രൻസിൽ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഡെക്കോർസ് കുറച്ച് ലാഫിംഗ് ബുദ്ധകൾ നിങ്ങൾക്ക് അധികം കാണാം. ഇവിടെ കൂടുതലായി കാണാൻ പറ്റും ബുദ്ധകൾ. ഞാൻ പോകുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ പെയിൻറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ 2 പെയിൻറ്റിങ് ഉള്ളത് എൻ്റെ മോള് ഭയങ്കര ടീനേജ് ആയിരിക്കുമ്പോൾ എൻ്റെ യങ്ങർ ഡോട്ടർ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സൺസൈൻ്റെ ആണ്, അതായത് എൻ്റെ ഡോട്ടേഴ്സിൻ്റെ ആണ് ഇത് 2ഉം. സൺസൈൻ പിന്നെ വേറെ 2 കൂടി ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഇപ്പോൾ സ്പോയിലായി പോയി. പിന്നെ ഇവിടെ ഉള്ളത് ഒരു പോട്ടാണ്. ഒരു ഓറഞ്ച് ഫ്ലവറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈവൻ റെഡും ഓറഞ്ചും എൻ്റെ ലക്കി കളറാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് ഫ്ലവറാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫ്രഷ് പ്ലാന്റ്, അതായത് ലൈഫ് പ്ലാന്റ് വെക്കാറില്ല. അധികം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഇവിടുന്ന് അതൊക്കെ നാശമായി പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര ലൈഫ് പ്ലാന്റ് വെച്ചിട്ടില്ല. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് കണ്ടുല്ലോ. ഇനി ഞാൻ ഇതാണ് എൻ്റെ ലിവിംഗ് റൂം. ലിവിംഗ് റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു TV യൂണിറ്റാണ്. വരുമ്പോൾ തന്നെ ഈ ഒരു TV യൂണിറ്റാണ്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. മിക്ക സാധനങ്ങളും മിക്ക ഫർണിച്ചേഴ്സും ഞാൻ സ്റ്റാൻലി എന്ന ഷോപ്പിൽ നിന്നാണ് അധികമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത് സ്റ്റാൻലി എന്നുള്ള TV യൂണിറ്റാണ്. ഇത് സോ വളരെ നന്നായിട്ട് യൂസ് ആയാലും ഭയങ്കര നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാകുമ്പോൾ സ്റ്റിൽ പിന്നെ എന്തെങ്കിലും സ്റ്റാൻലിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ ഡാമേജ് പോലും പറ്റിയാലും അവർ നമുക്ക് ഫ്രീ സർവീസാണ് നമുക്ക് ചെയ്തു തരിക. അവർ നമ്മൾ ഒരു കോളപ്പുറത്താണ് അവർ വിളിച്ചാൽ തന്നെ വന്ന് എല്ലാം നമുക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് തരും. അതേപോലെ എല്ലാം കൗച്ചായാലും. ഈ റെഡ് കൗച്ച് ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ റെഡ് കൗച്ച് ഞാൻ സ്റ്റാൻലി നല്ല ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. റെഡ് കൗച്ച് ഇതെൻ്റെ ഫേവറേറ്റ്. റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. റെഡ് കൗച്ച് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ്. ഈ കോഫി ടേബിൾ ബ്ലാക്ക് കൗച്ച് ഇതെല്ലാം സ്റ്റാൻലിയാണ്. വളരെ എലിഗൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള പീസസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അധികം ഈ വീട്ടിൽ എന്താ കാണാൻ പറ്റും? നിങ്ങൾക്ക് ബുദ്ധ കാണാൻ പറ്റും. ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ബുദ്ധ, അതുപോലെ ഇതൊരു പെയിൻറ്റിങ് എൻ്റെ എൽഡർ ഡോട്ടർ എബ്രോഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏത് സ്ഥലമാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ചൈനയാണോ തായ്ലാൻഡാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അതോ ടർക്കിയാണോ എന്നറിയില്ല. അവിടുന്ന് എവിടുന്നോ കൊണ്ടുവന്നതാണ്. ഇത് എഗ്ഷെല്ല് യൂസ് ചെയ്ത് അതായത് എഗ്ഷെല്ല് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് മനോഹരമായിട്ടുള്ള ഈ പെയിൻറ്റിങ്. ഇത് ഇയേഴ്സായി ഇത് ഇവിടെ ഇരിക്കുന്നു. ഒട്ടും ഡാമേജ് ആയിട്ടില്ല. ഇപ്പോഴും ഭയങ്കര സ്മൂത്തായി നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന് താഴെ ഞാനൊരു റോസ് വുഡിൻ്റെ ഇതാണ് ബേസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൽ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ടൈമല്ലേ ഇപ്പോൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്രിസ്മസ് ട്രീ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഞാൻ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. ഇത്തവണ ഞാൻ സ്റ്റാർ അങ്ങനെയൊന്നും വെച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളായിരുന്നത് ഈ ക്രിസ്മസ് ട്രീ പറയുകയാണെങ്കിലും ഈ വീടിനോടെ തന്നെ പഴക്കമുള്ളതായിരിക്കും ഈ ക്രിസ്മസ് ട്രീ. സോ സ്റ്റിൽ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അധികം ഒന്നും ചേഞ്ച് ചെയ്യാറില്ല. ആക്ച്വലി ബോൾസ് ഒന്നും ഞാൻ അധികം ചേഞ്ച് ചെയ്യാറേ ഇല്ല.
പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ചില ചേഞ്ചസ് വരുന്നു, ചില ഡെക്കോർ ഞാൻ മാറ്റി ചെയ്യുന്നതിലും വാങ്ങാറുണ്ട്. അതിലൊന്നാണ് ഈ സാന്താക്ലോസ്. ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആക്ച്വലി ഇതും ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെറിയൊരു ട്രീ. പിന്നെ ഇതൊരു ചെസ്റ്റ് ഓഫ് ഡ്രോവറാണ്. ഇതിന്റെ മോഡൽ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഞാൻ യങ്ങായിരിക്കും, ഞാൻ 30s ഫോട്ടോ ആണത്. ഈ ഫോട്ടോ ഇപ്പോൾ എത്ര ചേഞ്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ കുറച്ച് ഷോ പീസസ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലാമ്പ് ഉണ്ട്, ഞാനിപ്പോൾ അത് ലൈറ്റ് ചെയ്തിട്ട് ക്രിസ്റ്റൽ ലാമ്പാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്ലൈൻഡ്സ് കാണാൻ പറ്റും. ഇത് ക്രിസ്മസ് ടൈം ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ റെഡ് ബ്ലൈൻഡ് കാണാൻ പറ്റൂ, അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഗ്രേ ആയിരിക്കും. എവരി ഡിസംബർ വരുമ്പോൾ ഞാനിത് ഈ ബ്ലൈൻഡ്സ് ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് മന്ത്സ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഗ്രേ ചേഞ്ച് ചെയ്യും. പിന്നെയും നെക്സ്റ്റ് ഇയർ ക്രിസ്മസ് വരുമ്പോൾ ഞാൻ വീണ്ടും റെഡ് ഇടും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത്. എല്ലാം ഗ്രേ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക വോൾസ്. പക്ഷെ ഈ ഒരു വോൾ മാത്രം ബ്ലാക്ക് പെയിന്റ് ചെയ്തു. അതൊരു ഇതായിരുന്നു, എൻ്റെ ഡോക്ടറിന് എൻ്റെ ഇതായിരുന്നു, ചോയ്സ് ആയിരുന്നു ഇവിടെ ബ്ലാക്ക് വേണം എന്നുള്ളത്. കാരണം റെഡ് സ്കൗച്ചും ബ്ലാക്ക് പെയിൻറ്റും നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇത് ഒരു വെനിറ്റിൻ മിറർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മിറേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പല സ്ഥലത്തും നിങ്ങൾക്ക് മിറർ കാണാൻ പറ്റും. നിങ്ങൾ എൻട്രൻസ് കണ്ടു, ലിവിങ് ഏരിയ കണ്ടു. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഇതാണ് എൻ്റെ ഡൈനിങ് ക്യാബിനറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലിക്വർ കാണുന്ന വെച്ച് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ആരും ആൽക്കഹോൾ യൂസ് ചെയ്യാനുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആരും കുടിക്കില്ല, പക്ഷെ സ്റ്റിൽ എനിക്കത് ഭയങ്കര അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതാണിത്. ഈ ഡൈനിങ് ടേബിൾ ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അന്ന് എടുക്കുമ്പോൾ ഞാൻ എല്ലാവരും എന്താ ഈ ആം ചെയർ വെക്കുന്നത്, അപ്പോൾ കാരണം ഇപ്പം ഞാൻ എല്ലാ തവണയും നമുക്ക് ഏജ്ഡ് ആയ ആൾക്കാർക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പം എൻ്റെ സ്ഥിരം എൻ്റെ ചെയർ എന്ന് പറയാൻ പറ്റുന്ന ചെയർ ഇതാണ്. ഞാൻ ഈ ചെയർ അല്ലാതെ ഒരു ചെയറിലും ഉള്ള മറ്റു ചെയറുകളിലൊന്നും ഞാൻ ഇരിക്കാറില്ല, ഫുഡ് കഴിക്കാറില്ല. ഇതാണ് എൻ്റെ എന്നത്തെയും ചെയർ. ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് പീസാണ്. ബുദ്ധയോട് ഭയങ്കര ഒബ്സസ്ഡ് ആണ്. എവിടെയൊക്കെ ബുദ്ധയെ കാണുമ്പോൾ എനിക്ക് വാങ്ങണം, കൊണ്ടുവരണം, വെക്കണം തോന്നി. ഇനിയിപ്പോൾ ഈ വീട്ടിൽ സ്ഥലമില്ല ബുദ്ധ വെക്കാനായിട്ട്. ഇത് മറ്റൊരു മാസ്റ്റർ പീസാണ്, വെരി നൈസ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ബുദ്ധ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഭയങ്കര ജീസസിൻ്റെ ഭയങ്കര വിശ്വാസിയാണ്. ഞാൻ ഇപ്പോൾ ബൈ ബർത്ത് ഞാൻ ഒരു ഹിന്ദു ആണെങ്കിലും ഞാൻ ജീസസിലും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഈ സ്റ്റാച്യു, ആക്ച്വലി സ്റ്റാച്യൂവിലുള്ള വിശ്വാസമല്ല, സ്റ്റാച്യു ഞാൻ ഇപ്പോൾ എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ അട്രാക്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനസ്സിലാണ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ ഈ സ്റ്റാച്യു ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഞാൻ ബോംബെയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ സ്റ്റാച്യു. പിന്നെ ഇത് എൻ്റെ മോളെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള ഈ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയൊക്കെ പിക്ക്. പിന്നെ ഇവിടെ ഞാൻ കാൻഡിൽ സ്റ്റാൻഡ്സ് വെച്ചിട്ടുണ്ട്, റോസുണ്ട്. പിന്നെ ഇത് ഹിന്ദു ടെമ്പിളാണ്. ഇവിടെ എല്ലാവിധ കുറേ ദൈവങ്ങളുണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഈ വീടിനോടൊന്നും തന്നെ പഴക്കമുള്ളതാണ് ഈ ഗണപതിയുടെ ഈ പിക്ചർ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചാണ്. ഇപ്പുറത്ത് 2 തൂക്കുവിളക്ക് തൂക്കിയിട്ടുണ്ട്, ഒരു ടെമ്പിൾ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഫ്രെയിംസ് കാണാം. ഇത് സിമ്പിൾ ഫ്രെയിംസ് ആണ്. പിന്നെ ഇവിടെ ചില ഡെക്കോർ. ഇത് ഡൈനിങ് എന്നുള്ള ബാൽക്കണിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ തുറന്ന് കാണിക്കില്ല, കാരണം മോസ്കിറ്റോസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ആ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുന്ന എല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്, എക്സെപ്റ്റ് ഈ താഴെ ഇരിക്കുന്ന മണി പ്ലാന്റ് അല്ലാതെ. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അത് ലൈഫ് പ്ലാന്റ് ആണ്. ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഞാൻ 2 കാൻഡിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ മോളുടെ ആർട്ട് വർക്ക് പിന്നെയും ഉണ്ട്. അതായത് അവർ 2 പേരും സംസാരിക്കും. ഇത് താഴെ എൻ്റെയാണ്, നമുക്ക് മനസ്സിലാവും ഞാൻ ലിയോ ആണ്. സോ ഈ വോളിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ വോളിൽ ഫസ്റ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ പിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ എൽഡർ ഡോട്ടറിൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ എൽഡർ ഡോട്ടറും സണ്ണിലും. അപ്പോൾ
മാരേജ് പിക്സ് ആണ്. ഇത് സംഗീത് മെഹന്തി പിക്കാണ്. പിന്നെ ക്രിസ്ത്യൻ വെഡിങ്, എൻ്റെ സണ്ണിലോ ക്രിസ്ത്യൻ ആണ്, അപ്പോൾ ക്രിസ്ത്യൻ വെഡിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ പിക്കും. പിന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ അങ്ങനെ ഓർഡർ മുസ്ലിംസ് എല്ലാവർക്കും അറിയാം ഐശ്വര്യതയാണ്. സോ ഇത് നിങ്ങളെല്ലാവരും ഇതാവും ഇതെൻ്റെ ഗ്രാൻഡ് ഡോട്ടർ. ഞാൻ പറയാൻ മറന്നു, വിട്ടുപോകാൻ പാടില്ല. പക്ഷേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഈ ഗ്രാൻഡ് ഡോട്ടർ കഴിഞ്ഞിട്ടേ എൻ്റെ ഡോട്ടേഴ്സ് പോലും എനിക്ക് വരുള്ളൂ. അത്രയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വോൾ. ഇതിലൊരു കൺസോൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മോസ്റ്റ്ലി പ്ലെയിൻ ആയിട്ടാണ് വെക്കാറ്, ഇതിലൊന്നും വെക്കാറില്ല. ഇത് ജസ്റ്റ് വോളിനൊരു ഭംഗിക്ക് വേണ്ടി ഇത് വെച്ചിട്ടുണ്ട്. ഗൈസ്, നെക്സ്റ്റ് മൈ കിച്ചൺ. ഇതാണ് എൻ്റെ കിച്ചൺ. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് ഓൾഡ് കിച്ചണാണ്. സോ ഡോണ്ട് ജഡ്ജ് മീ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വരുന്ന കഴിയുമ്പോൾ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു കിച്ചൺ ക്യാബിനറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡൈനിങ്ങിലൊന്ന് കണ്ടുല്ലോ, അതേപോലെ ഇവിടെ കിച്ചണിൽ കുറച്ച് കപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ എൻ്റെ ഡോട്ടർ കൊണ്ടുവന്നിട്ടാണ് ഈ 3 ഷോ പീസ് ഷെഫ്സിന്. കാരണം എനിക്ക് കുക്കിങ്ങിന് ഭയങ്കര ക്രേസാണ്. എൻ്റെ 2 ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം, ഹോം ഷെഫ് ഫോർ എവറും പിന്നെ മോം ടു ഏജ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നിനും അത്ര ആക്റ്റീവ് അല്ല. മുമ്പൊക്കെ ഞാൻ ചെയ്യണ്ടായിരുന്നു. സോ എനിക്കൊരു പാഷനായിരുന്നു. ഇപ്പം ഞാൻ അത്ര ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതെൻ്റെ ഒരു സ്പൈസ് റാക്കാണിത്. ഒരു ഫുൾ സ്പൈസസ് ആണ്. സോ പിന്നെ ഇതെൻ്റെ ഒരു സ്പൈസ് ബോക്സ് ആണ്. ഇതിൽ ചില്ലി പൗഡർ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെ, അതായത് നമുക്ക് 1 വീക്കിനുള്ള നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ ഒരു ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഫാൻ വിത്ത് ലൈറ്റ് ആണ്. അപ്പോൾ ആ കാലത്തൊന്നും അധികം ഇവിടെ അതൊരു, ഇപ്പം എല്ലായിടത്തും അതുണ്ട്, പക്ഷെ അന്ന് എവിടെ അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ ഷോ പീസൊക്കെ വെച്ചിട്ട്. ഇതെൻ്റെ ഫ്രിഡ്ജാണ്, ഓൾഡ് ഫ്രിഡ്ജാണ്. പിന്നെ ന്യൂ ആയി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എല്ലാവരും ഉള്ള പോലെ. പിന്നെ ഇത് ഇവിടെ കിച്ചൻ്റെ ഹോഡിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ ഇതുപോലെ മാഗ്നറ്റ്സ്. ഇപ്പം എൻ്റെ ഡോട്ടർ പല കൺട്രീസിലും പോണതാണല്ലോ, അപ്പോൾ എല്ലാ കൺട്രീസിൽ നിന്നുള്ള മാഗ്നറ്റ്സ് ഇവിടെ ഉണ്ട്. എല്ലാ കൺട്രിയോടും ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിൽ നിന്നുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കാണിക്കാം. എൻ്റെ 2 ഡോട്ടേഴ്സുമായിട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇവിടെയും ഉണ്ട്. പിന്നെ ആ സൈഡും ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ മുമ്പ് തായ്ലാൻഡ് അവിടേക്ക് മുമ്പ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ചെറിയ 7up, പെപ്സി അങ്ങനത്തെ. പിന്നെ എനിക്ക് ഭയങ്കര ലോബ്സ്റ്ററിൻ്റെ ഫേവറേറ്റ് ആണ്. ലോബ്സ്റ്റേഴ്സ്, പ്രോൺസ്, അങ്ങനത്തെ സീ ഫുഡ്. അത് അപ്പോൾ അതാണ് ഇത് ക്രാബ്, അങ്ങനത്തെ ഫിഷ്, അതൊക്കെയാണ്. അതിൻ്റെയൊക്കെ മാഗ്നറ്റാണ് ഇവിടെ. പിന്നെ കോഴിയെ കാണാം. ഇതിൽ ഇട്ട മുട്ടയൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഈ കോഴി മുട്ട ഇടില്ല. അപ്പോൾ ഇവിടെ തൽക്കാലം ഇപ്പോൾ ഇത് എംറ്റിയാണ്. സോ നിറച്ച് ലെമൺ ഉണ്ട്, പക്ഷെ നമുക്ക് പൊട്ടിച്ച് നമുക്ക് ലെമൺ ജ്യൂസ് ആക്കാനോ ഒന്നും പറ്റില്ല. എനിക്കിത് ഭയങ്കര ക്രേസായി ലെമൺ എന്ന് പറഞ്ഞ് ലെമണിൻ്റെ പ്ലാന്റ് കാണുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ ദോഹയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് എവിടുന്നൊക്കെ ഓർമ്മയില്ല, പാൻ ഹോമോ എവിടെ ഓർമ്മയില്ല, കണ്ട സമയത്ത് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളതാണ്. ഈ 2 പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ലാസ്റ്റ് പീസ് ആയിരുന്നു. ഈ 2 പ്ലാന്റും ഞാൻ വാങ്ങിച്ചു. പിന്നെ ഈ കണ്ടെയ്നേഴ്സ് പൊട്ടാറ്റോസ്, ഒനിയൻസ്, ഗാർലിക് ഇതൊക്കെ ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നറാണ്. ദാറ്റ്സ് ഇറ്റ്. ഈ കിച്ചൻ്റെ ഇതിലിവിടെ നിങ്ങൾക്ക് കുറേ ഫ്രെയിംസ് കാണാം. ഇങ്ങനെയൊക്കെ ആർട്ട് വർക്ക്. ഇതെൻ്റെ യങ്ങർ ഡോട്ടറിൻ്റെ ആർട്ട് വർക്കാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ്, മോംസ് കഫേ എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു പംകിൻ. ഇത് ഏതോ കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്, എവിടുന്നാന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടില്ല. ഇയേഴ്സ് ബാക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു നസർ ബട്ടും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയ. സോ ഇവിടെ ഞാൻ കുറച്ച് കപ്സും ഡിന്നർ പ്ലേറ്റ്സും ഒക്കെ ഇവിടെയുണ്ട്. അവിടെ തികയാത്തതെല്ലാം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇതെൻ്റെ വാഷിംഗ് മെഷീനാണ്, ഇവിടെ ഡ്രയറാണ്. പിന്നെ ഇവിടെയാണ് യൂട്ടൻസിൽസ് ഒക്കെ വാഷ് ചെയ്യുക. പിന്നെ ഇതിലാണ് നമ്മുടെ കുറച്ച് സർഫ് എക്സൽ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ ലിക്വിഡ് അങ്ങനത്തെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിയിൽ എന്തൊക്കെ വേണ്ട അതൊക്കെ ഇവിടെയാണ്. പിന്നെ ഇതൊരു സ്റ്റോർ റൂമാണ്, നമ്മുടെ മോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർ റൂം. വെൽക്കം ടു മൈ ബെഡ്റൂം.
ഇതാണ് എൻ്റെ ബെഡ്റൂം. സിമ്പിളാണ്. ഒന്നുമില്ല, ഒരു സ്റ്റാൻഡിങ് ലാമ്പ് അവിടെ ഉണ്ട്, ഒരു പ്ലാന്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോവർ ഉണ്ട്, പിന്നെ ലയൺ. ഞാൻ ലിയോ ഉള്ളു, അപ്പോൾ ലയൺ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാനിവിടെ ലയൺ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ 2 ബെഡ് സൈഡ് ടേബിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ബെഡ് സൈഡ് ലാമ്പൊന്നും വെച്ചിട്ടില്ല, കാരണം ഇപ്പോൾ സ്റ്റാൻഡിങ് ലാമ്പ് ഉണ്ട്. അപ്പോൾ അതൊരു അൺനെസസറി ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇൻ ഫ്യൂച്ചറിൽ വയ്ക്കുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഡിം ലൈറ്റ് ആണ് കുറച്ച്. ഇവിടെ ഞാൻ ഷാൻഡിലിയർ വെച്ചിട്ടില്ല ഈ റൂമിൽ. ഇവിടെ ഞാൻ ഫാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് എപ്പോഴെങ്കിലും വേണം തോന്നുകയാണെങ്കിൽ അപ്പോൾ ഫാൻ ഇവിടെ ഉണ്ട്. പിന്നെ അതാണ് ലൈറ്റ് ഭയങ്കര ഡിം ലൈറ്റാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ അമ്മയും അച്ഛനുമാണ്. എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയും അച്ഛനുമാണ്. 2 പേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. സോ എൻ്റെ റൂമിൽ അപ്പോൾ എനിക്കെന്നും എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ വേണം എന്നുള്ളതാണ് ഈ വോളിൽ. സോ പിന്നെ ഇവിടെ ഒരു വോൾ ക്ലോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ചൊരു പിക്സ്, ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തന്നെ ചോയ്സ് ചെയ്തിട്ടാണ്. പിന്നെ അവിടെ ഒരു കീ ഹോൾഡർ ഉണ്ട്. അത്രയാണ് ഇപ്പോൾ ഈ റൂം. ഇതാണ് എൻ്റെ യങ്ങർ ഡോട്ടറിൻ്റെ ബെഡ്റൂം. സോ ഇവിടെ ഈ സ്വാഭാവികമായിട്ട് ഇവിടെ കാണുന്നത് എൻ്റെ യങ്ങർ ഡോട്ടറിൻ്റെ പെയിൻറ്റിങ് ആണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ യങ്ങർ ഡോട്ടർ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് ഫോട്ടോ ഉണ്ട് സൈഡിൽ. ഇവിടെ ഒരു ഫ്രെയിമാണ്. പിന്നെ ഇത് വാഷ്റൂമാണ്. ഇവിടെ ഒരു വേസ്, ഇവിടെ പിന്നെ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോവർ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ചില ഷോ പീസസ്. ഇവിടെ ആക്ച്വലി TV ആയിരുന്നു മുമ്പ്. ആ TV ഞാൻ എടുത്ത് മാറ്റി. ഇപ്പോൾ ആരും ഇപ്പോൾ TV അധികം നമ്മൾ വാച്ച് തന്നെ ചെയ്യില്ലേ. അപ്പോൾ പിന്നെ ബെഡ്റൂംസിൽ പിന്നെ എന്തായാലും വാച്ച് ചെയ്യില്ല. അപ്പോൾ എല്ലാ റൂമിലുള്ള TVs ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഷോ പീസ് എന്തെങ്കിലും നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വെക്കണം എന്നാണ് പ്ലാൻ. ഇതാണ് എൻ്റെ എൽഡർ ഡോട്ടറിൻ്റെ റൂം. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ബിഹൈൻഡ് ഇനിയൊരു വാർഡ്രോബ് ഉണ്ട്. അതല്ലാതെ ഇവിടെ വേറൊരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇതാണ് ബെഡ്. ഇവിടെ സെയിം ബ്ലൈൻഡ് തന്നെ ഇവിടെയും ഇട്ടിട്ടുണ്ട്. 2 ഫ്രെയിംസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് 2-3 പിക്സ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ പിക്സ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതും എൻ്റെ മോളുടെ ആർട്ട് വർക്കാണ്. ഇവിടെ കാണാനില്ല അധികം ഫ്രെയിംസ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി വെച്ചിട്ടില്ല. അധികമായിട്ട് എല്ലാം എൻ്റെ യങ്ങർ ഡോട്ടർ വരച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ അവർ 2 പേരും ഒരു ഫോട്ടോ ഉണ്ട്. എൻ്റെ എൽഡർ ഡോട്ടർ ആണ് യങ്ങർ ഡോട്ടർ. ഇതെൻ്റെ എൽഡർ ഡോട്ടർ കുറച്ച് യങ് ആയിരിക്കുമ്പോൾ. എൻ്റെ ഹോം ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ